ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇതാ ഞാനും എഞ്ചുമിയും എൻ്റെ എഞ്ചുമിക്ക് ആദ്യമായിട്ടൊന്ന് എഞ്ചുമിനെ കൊണ്ടുപോയി ട്രെയിനിൽ കയറ്റാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ഞങ്ങൾ. എഞ്ചുമി ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രെയിനിൽ കയറാൻ പോണത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ട്രെയിൻ എക്സ്പീരിയൻസ് എന്തായാലും എഞ്ചുമിക്ക് കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. കാരണം എഞ്ചുമി 18 days ആയപ്പോൾ തന്നെ ഫ്ലൈറ്റ് കയറിയ ആളാണല്ലോ. അപ്പം നമുക്കൊരു എഞ്ചുമിനെ നമുക്ക് ട്രെയിനൊന്ന് വേഗം കയറ്റാന്നുള്ളതിൽ ഇപ്രാവശ്യം ഞങ്ങൾ ഡയറക്റ്റ് പോയത് കുറ്റിപ്പുറം റെയിൽവേയിലേക്കാണ് കേട്ടോ. ഉമ്മയുടെ വീട് കോഴിക്കോടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. അപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് ഇന്ന് ക്ഷണമുണ്ട് കേട്ടോ. അവൾ വീട് ഇരുന്നിട്ട് ഞാൻ വീട് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അങ്ങോട്ട് പോകാമെന്നുള്ളൊരിതിൽ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു നെസ്റ്റ് അടിച്ചിട്ടോ. കാരണം ഞാൻ ഇപ്പോൾ 6 years ആയിട്ടുണ്ടാവും ട്രെയിനിൽ കയറിയിട്ട്. കാരണം നമ്മൾ വന്നാലൊക്കെ നമ്മൾ മോസ്റ്റ്ലി കാറിലാണ് കേട്ടോ പോവാറ്. അപ്പോൾ പ്രാവശ്യം എന്തായാലും ട്രെയിനിൽ പോകാമെന്നുള്ള പ്ലാനിൽ നമ്മളങ്ങനെ വന്നപ്പോൾ ഇതാ നമ്മുടെ അടുത്ത് ലഗേജൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. കാരണം ഇപ്പോൾ ഒരു ബേബി ഉണ്ടല്ലോ, അപ്പം നമുക്ക് ലഗേജൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പം ഞാനും മോളും അമ്മയും കൂടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ എഞ്ചുമിയും ഉമ്മാനായിട്ട് ഇപ്പോൾ നല്ല അറ്റാച്ച്ഡ് ആയിക്കുന്നു വെച്ചാൽ നല്ല അറ്റാച്ച്ഡ് ആയിക്കുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു കുട്ടീനെ കണ്ടപ്പോൾ പിന്നെ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ ഞാനും ഉമ്മയും കൂടി എന്നാൽ ഒരു ഉമ്മക്ക് കോഫി കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. അപ്പോൾ അമ്മ കോഫി കുടിച്ചു, ഞാനൊരു പഴംപൊരിയും കഴിച്ചിട്ടാ. പിന്നെ അത് അങ്ങോട്ട് നോക്കിയപ്പോൾ നമ്മളെ വേറൊരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തന്നോളൂ. അതല്ല കേട്ടോ, ഞങ്ങൾക്ക് പോകാനുള്ളത് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഉമ്മ ഇങ്ങനെ കൈകൊണ്ട് കാട്ടുന്നുണ്ട് എഞ്ചുമിയെ വായോ. പിന്നെ ഷാമിലായിട്ട് കുറേ നേരം നടന്നിട്ട് അവൾക്ക് പിന്നെ നടക്കുന്ന ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ആ ട്രെയിനിൽ പോകുമ്പോൾ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് ഷാമിൽ. അങ്ങനെ ഗൈസ് ഞങ്ങളെ ട്രെയിൻ ഇതാ എത്തിക്കഴിഞ്ഞിട്ടാണ്. അപ്പം നമ്മ പറഞ്ഞു ഇന്നാ വായോ നമുക്ക് പോവാ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളുടെ ട്രെയിനാണ് കേട്ടോ ഈ വരുന്നത്. അപ്പോൾ മാഷാ അല്ലാഹ് എഞ്ചുമി ഇത് ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നു. ട്രെയിനിൽ കയറിയപ്പോൾ ഗൈസ് ട്രെയിനിൽ അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം ആസ്വദിച്ച് പോവാമല്ലോ. എനിക്ക് ഈ ട്രെയിനിൽ തിരക്കുകളിലൊന്നും ഇഷ്ടമല്ല കേട്ടോ കയറുന്നത്. ഞാൻ ഫ്ലൈറ്റിലായാലും എഞ്ചുമിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയാലും അധികം ഓവർ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മാഷാ അല്ലാഹ് ഫസ്റ്റ് ട്രെയിനിലും ഉണ്ടായില്ല കേട്ടോ. എനിക്ക് എന്താ പറയുക ഇങ്ങനെ ഓവർ തിരക്കിലും പോകണം എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഇപ്രാവശ്യം നാട്ടിലേക്ക് വന്നത് പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഫുള്ളായിരുന്നു, ഞങ്ങളെ ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ എഞ്ചുമി നല്ല കുറുമ്പത്തി സോക്സൊക്കെ പൂരി വലിച്ചെറിയും കേട്ടോ. കല്യാണത്തിന് ഇട്ടിരുന്ന ബ്ലാക്ക് സോക്സൊക്കെ ഊരി വലിച്ചെറിഞ്ഞിട്ട് ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ അവൾക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിൻ്റെ പുറത്തെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ ഇതൊക്കെ ഇത്ര പറയാറ്. ഇതൊക്കെ എനിക്കൊരു നെസ്റ്റ് അടിച്ച ഫീലാണ് കേട്ടോ. കാരണം ഞാൻ നല്ല ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ ട്രെയിനിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരമാണ് കേട്ടോ. ഞങ്ങൾ പറയാം മറ്റമ്മാടക്ക് പോവാന്നാണ് കേട്ടോ പറയുക, അല്ലെങ്കിൽ മറ്റപ്പാടക്ക് പോവാന്നാണ് കേട്ടോ പറയാം. മറ്റപ്പ എന്നാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പോയതിന് ശേഷം പിന്നെ ഇപ്പോൾ ഞാൻ മാരേജൊക്കെ കഴിഞ്ഞ് UAE-ലല്ലേ. പിന്നെ നാട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും ആണ് കേട്ടോ ഞങ്ങൾ പോവാറ്. അതും അധികം ട്രെയിനിലല്ല പോവാറ്, അധികം കാറിലാണ് കേട്ടോ പോവാറ്. അപ്പോൾ ട്രെയിനിൽ പോകാൻ പറ്റിയൊരവസരം വന്നപ്പോൾ എന്താ പറയുക നല്ലൊരിതായിട്ട് നമുക്ക്. പിന്നെ ഞങ്ങളിത് കഴിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പൂള ചിപ്സ്. എനിക്ക് പൂള ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും വാങ്ങുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് പൂള ചിപ്സ് ആവും കേട്ടോ. പിന്നെ ട്രെയിൻ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഉമ്മാനോട് പറയും, നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെപ്പോഴും പറയും ആൾ കയറില്ലേ പറയും. കാരണം എന്താ ആൾ കയറിയാൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇരിക്കാൻ പറ്റില്ല എന്നൊന്നല്ല, ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. കാരണം നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന കാരണം ഉമ്മ പറയും ടിക്കറ്റ് എടുത്തിക്കുന്നതെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ നീച്ചൊന്നും കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ എനിക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ടാണ്. അങ്ങനെ അവളാണെങ്കിൽ നാവായിട്ട് നല്ല കളിയാണ് കേട്ടോ പെണ്ണ്. പിന്നെ നല്ല വികൃതിയും. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് കേട്ടോ ചാടന്. ഉമ്മ അങ്ങനെ ഓരോന്ന് കാട്ടിയിട്ടും ഉമ്മാൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കാട്ടുന്നുണ്ട് കേട്ടോ. ഉമ്മാനെ നോക്കിയിട്ടും പിന്നെ കയ്യൊക്കെ നല്ല കടിച്ച് ഭയങ്കര കുറുമ്പത്തി ആയിക്കണം കേട്ടോ. അപ്പോൾ കുറുമ്പത്തി ആയിക്കും ഉമ്മാനായിട്ട് നല്ല കളിയാണ്. ഒളിച്ചേ ആരാധകർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
പിന്നെ അതാ എന്താണ് കേട്ടോ ഞങ്ങളെ ടിക്കറ്റ് ഗൈസ്, ഞങ്ങളെ ടിക്കറ്റിന് കണ്ടില്ല പറയണ്ട. അപ്പോൾ അത് ഇഞ്ചി മുട്ടായി വന്നപ്പോൾ നമ്മളോട് എനിക്ക് ഒരു ഇഞ്ചി മുട്ടായി വേണം പറഞ്ഞിട്ട് അങ്ങനെ ഇഞ്ചി മുട്ടായി മേടിച്ചിട്ടാണ്. പിന്നെ അതാ 36 ഇതാ സീറ്റിലൊക്കെ ഇരുന്ന്. അപ്പോൾ അതാ ഉമ്മ മറ്റേ ഇത് കഴിച്ചിട്ട് ഗ്യാസ് കയറി. അപ്പോൾ ഉമ്മ നിന്ന ഒരു ഇത് വെള്ളം മേടിച്ചു പറഞ്ഞിട്ട് അങ്ങനെ ഞാനിതാ ഇഞ്ചി മുട്ടായിയാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പിന്നെ അതാ നമ്മൾ ട്രെയിനിൽ പാടുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കണം കേട്ടോ. പിന്നെ ഞാനും എഞ്ചും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഇത്, നല്ല എന്താ പറയുക നല്ല കംഫർട്ടായിട്ട് പോകാൻ പറ്റിയിട്ടാണ്. പിന്നെ കുറച്ചെത്തിയപ്പോൾ 36 സ്വഭാവമൊക്കെ മാറി ഗൈസ്. എന്താ പറയുക, ആൾ നാഗവല്ലിയായി മാറി എന്ന് പറയില്ല പണ്ടാര് പറഞ്ഞ പോലെ അതായിട്ടാണ്. പിന്നെ അപ്പം ഉമ്മ പറഞ്ഞ് ഞാനെടുത്ത് നടന്നോളാം എന്നിട്ട് ഉമ്മ അങ്ങനെ ഓളെടുത്ത് നടന്നിട്ടോ. പിന്നെ എന്താ നമ്മൾ വള്ളിക്കുന്നാണ്, അത് കടലുണ്ടിയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ നല്ലൊരു ഇതായിട്ടോ. പിന്നെ അതാ നമ്മൾ ഫറൂഖ് എത്തി, ഫറൂഖ് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ പോണത് ഓട്ടോനാണ് കേട്ടോ. കാരണം ഇപ്പം നമ്മൾ ലിഫ്റ്റിലേക്കാണ് കേട്ടോ പോണത്. പിന്നെ അവിടെ നിന്ന് ഡയറക്റ്റ് ഓട്ടോന് പോകാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഈ എടുത്ത ടിക്കറ്റ് 30 റുപ്പീസാണ് കേട്ടോ പ്രൈസ് വരുന്നത്. 3 ആൾക്ക് 19 ആണ് കേട്ടോ ആയത്. അങ്ങനെ അത് ഞങ്ങളിത് ഓട്ടോയിൽ തത്താടെ അവിടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് ഓവറൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം മോൾക്ക് ചെറുതായിട്ട് വയ്യായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ നല്ല ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്താടെ അവിടേക്ക് പോയപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയും അതുപോലെ നല്ല ചിക്കൻ പൊരിച്ചതൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീടൊക്കെ വീഡിയോ എടുക്കണം വിചാരിച്ചത്, പക്ഷെ അതിനൊന്നും പറ്റിയില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ നെക്സ്റ്റ് ടൈം പോകുമ്പോഴൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും ഭക്ഷണം കഴിക്കായിരുന്നു. പിന്നെ താത്തയാണ് കേട്ടോ അത്, അവൾ വീഡിയോയിലേക്ക് വന്നില്ല. അപ്പോൾ മക്കളാണ് കേട്ടോ അതൊക്കെ. പിന്നെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് ഒരു ബിരിയാണിയും